മലയാള സിനിമാ ലോകത്തെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ തന്നെ ഒന്നാകെ പിടിച്ചുലയ്ക്കുന്ന അതിശക്തമായ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പുറത്തു വരുന്നത്. കേവലം ഒരു സിനിമാ സംഘടനയ്ക്കുള്ളിലെ തർക്കമല്ല ഇത്, മറിച്ച് കേരളത്തിൻ്റെ മണ്ണിൽ വളരെ കൃത്യമായ വർഗീയ ധ്രുവീകരണവും ഫാസിസ്റ്റ് അജണ്ടകളും നടപ്പിലാക്കാൻ BJPയും കോർപ്പറേറ്റ് ശക്തികളും നടത്തുന്ന വൻ ഗൂഢാലോചനയാണ് ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. താരസംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോനെ മുൻനിർത്തി BJP നെയ്തുകൂട്ടിയ അപകടകരമായ വലക്കണ്ണികളാണ് ഒരു വിഭാഗം നടിമാർ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അക്കമിട്ട് നിരത്തി പൊളിച്ചടുക്കിയിരിക്കുന്നത്. കേരളത്തെ ഞെട്ടിക്കുന്ന ഒന്നാമത്തെ വെളിപ്പെടുത്തൽ വരുന്നത് നടി അൻസിബ ഹസനെതിരെ നടന്ന ക്രൂരമായ സൈബർ രാഷ്ട്രീയ വേട്ടയെക്കുറിച്ചാണ്. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ പെൺകുട്ടിയെ ജിഹാദിയായും വർഗീയവാദിയായും ചിത്രീകരിച്ച് സംഘടനയിൽ നിന്ന് ഓടിക്കാൻ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ വലിയ ശ്രമം നടന്നുവെന്നാണ് നടി മാലാ പാർവതി വെളിപ്പെടുത്തുന്നത്. അൻസിബ 4 പേരെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ശ്വേത തന്നോട് നേരിട്ട് പറഞ്ഞതായും അവർ വ്യക്തമാക്കുന്നു. ആലോചിച്ചു നോക്കൂ, തട്ടമിടാത്ത അമ്പലത്തിൽ വരെ പോകുന്ന മലപ്പുറത്തുകാരിയായ ഒരു സാധാരണ നടി മതപരിവർത്തനം നടത്തുന്നു എന്ന വ്യാജക്കഥ ചമയ്ക്കാൻ നോക്കിയത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഉയരുന്നു. ഉത്തരേന്ത്യയിൽ വിറ്റഴിക്കാൻ പറ്റുന്ന മറ്റൊരു കേരള സ്റ്റോറി സിനിമയ്ക്കുള്ളിൽ നിർമ്മിച്ചെടുക്കാനുള്ള സംഘപരിവാർ അജണ്ടയായിരുന്നു ഇത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇതിനെ ചോദ്യം ചെയ്ത മാലാ പാർവതിയോട് നിങ്ങളിനി ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല എന്നായിരുന്നു ശ്വേതയുടെ ഭീഷണി എന്നാണ് അറിയുന്നത്. ജനറൽ ബോഡിയിൽ മാലാ പാർവതിക്ക് മൈക്ക് നൽകാതെ വട്ടം പിടിച്ചു നിർത്തി മാധ്യമങ്ങളിൽ നിന്ന് സത്യം മറച്ചു വെക്കാനും ഇവർ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഈ വർഗീയ അജണ്ടകൾക്ക് പിന്നിലെ കോർപ്പറേറ്റ് BJP പണമിടപാടുകളുടെ കേരള രാഷ്ട്രീയത്തെ കൂടുതൽ ഞെട്ടിക്കുകയാണ്. അദാനി ഗ്രൂപ്പിൽ നിന്ന് അമ്മ സംഘടനയ്ക്ക് 15 കോടി രൂപ സംഭാവനയായി ലഭിക്കുമെന്ന് BJP നേതാവ് പത്മജ മേനോൻ പറയുന്ന വീഡിയോ വാർത്താ സമ്മേളനത്തിൽ നടിമാർ പരസ്യമായി പ്രദർശിപ്പിച്ചു. സംഘടനയിൽ അംഗം പോലുമല്ലാത്തൊരു BJP നേതാവ് ശ്വേതാ മേനോന്റെ വിശ്വാസ്യതയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ കൊണ്ടുവരുമെന്ന് പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? കോർപ്പറേറ്റ് പണക്കൊഴുപ്പിൽ സിനിമാ സംഘടനയെ വിലക്കെടുത്ത് അതിലൂടെ കേരളത്തിലെ കലാകാരന്മാർക്കിടയിൽ ജാതിയും മതവും പറഞ്ഞ് ധ്രുവീകരണം ഉണ്ടാക്കാനാണ് BJPയുടെ നീക്കം അവിടെ നടത്തിയത്. ഈ കോർപ്പറേറ്റ് പണം തങ്ങൾക്ക് വേണ്ടെന്ന് നടിമാർ ഉറപ്പിച്ചു പറയുമ്പോൾ ശ്വേതയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി താഴെ വീണത് സാമ്പത്തിക ക്രമക്കേടുകൾ കാരണമാണെന്ന് അൻസിബ തുറന്നടിക്കുകയാണ്. ബോളിവുഡിൽ ചെയ്തതുപോലെ സിനിമാ സംഘടനകളെ കയ്യിലെടുത്തുകൊണ്ട് സിനിമയെയും നാടിനെയും ഒരുപോലെ വർഗീയവൽക്കരിക്കാനുള്ള കടുത്ത ഫാസിസ്റ്റ് നീക്കമാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ നോക്കിയത് എന്നും പറയുന്നു. അതിനെയാണ് ഈ നടിമാർ ജീവൻ പണയം വെച്ചും തങ്ങളുടെ കരിയർ ഇല്ലാതാക്കുമെന്നറിഞ്ഞിട്ടും മുളയിലെ നുള്ളിക്കളഞ്ഞത്. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ശ്വേതാ മേനോനും കൂട്ടരും ജനറൽ ബോഡിയിൽ നിന്ന് ഇറങ്ങിയോടിയത് ഈ ഭയത്തിൻ്റെ പുറത്താണ്. കലയുടെ ലോകത്ത് മനുഷ്യരെ ഒന്നായി കാണാൻ കഴിയാത്ത വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരം ശക്തികൾക്കിനി ഇവിടെ സ്ഥാനമുണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ നടിമാർ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും സിനിമാ മേഖലയിലും വലിയൊരു കൊടുങ്കാറ്റിന് ഈ വെളിപ്പെടുത്തലുകൾ കാരണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.